നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ വാസ്തു എങ്ങനെയായിരിക്കണം, ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ശരിക്കും ഒരു സ്ഥപതി വന്ന് ആ സ്ഥലം കണ്ട് ആ സ്ഥപതിക്ക് തൃപ്തിയാകുന്ന വണ്ണം ആ സ്ഥപതിയെ കൊണ്ട് അളപ്പിച്ച് അതിൻ്റെ 4 ഖണ്ഡങ്ങളിൽ ഒരു ഖണ്ഡം നമ്മുടെ ഗൃഹം വയ്ക്കുവാൻ നമുക്കുതകുന്നു. ഇത് സ്ഥപതിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ സ്ഥപതി സ്ഥാനനിർണയം കഴിഞ്ഞാൽ ആ ഗൃഹനാഥനോട് ഒരു കുറ്റി വെട്ടിക്കൊണ്ടുവരാൻ പറയുകയും ആ കുറ്റി അടിക്കുന്ന ആ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് സ്ഥപതിക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഉത്തമരാശിയിലാണ് അയാൾ കുറ്റി അടിക്കുന്നുണ്ടെങ്കിൽ വീട് എളുപ്പം തീർത്തിയിരിക്കും, അത് യൗവനമായിരിക്കും. എന്നാൽ ബാല്യമാണെങ്കിലോ ബാല്യത്തിൽ വീട് പതുക്കെ കയറി വരികയുള്ളൂ. വാർദ്ധക്യമാണെങ്കിൽ ആ വീടിൻ്റെ നിർമ്മാണം വളരെ മോശമായിരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം സ്ഥപതിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സ്ഥപതി നല്ല കൃത്യനിഷ്ഠയുള്ള ഒരു സ്ഥപതിയാണെങ്കിൽ അയാൾ തുടക്കം മുതൽ ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നവരെ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ നിന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്നു ഓരോ അളവുകളും വ്യക്തമായിട്ട് അളന്ന് നടന്നെടുക്കണം. ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ ശിലാസ്ഥാപനം ചെയ്യുമ്പോൾ ഭൂമിക്ക് ബീജദാനം ചെയ്യുന്നതിനാണ് ശിലാസ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയെ ബീജദാനം ചെയ്ത് ആ വീട് ഉണർത്തിയെടുക്കുക, അതായത് ഗർഭഗൃഹം ഉണ്ടാക്കുന്നത് വരെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ഗൃഹനാഥയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമിയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകളുണ്ടായിരിക്കണം. ഭൂമി ശുദ്ധിയാണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ജ്യോത്സ്യനെ കണ്ട് ആ ഭൂമിയുടെ കിടപ്പ് വശം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം സ്ഥപതിയെ വിളിക്കണം. മുഹൂർത്ത രാശികളെല്ലാം എടുക്കണം. അതിനുശേഷമേ കല്ലിടാൻ പാടുള്ളൂ. നല്ല നല്ല സമയങ്ങൾ നോക്കി തന്നെ നമ്മൾ ആ ശില സ്ഥാപിക്കണം. അങ്ങനെയുള്ള വീടുകളെല്ലാം ഐശ്വര്യപൂർണ്ണമായിരിക്കും. വായുബന്ധങ്ങൾ, അതായത് ഭൂമിയിൽ നിന്നും വരുന്ന വായുബന്ധങ്ങൾ ഗൃഹത്തിലൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ആ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വായു സഞ്ചാരമുള്ള ഗൃഹത്തിൽ എപ്പോഴും നല്ല ദേവചൈതന്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇരുളറിഞ്ഞ് കിടക്കും. നമ്മൾ എത്ര ലൈറ്റ് ഇട്ടിട്ടും കാര്യമില്ല. പിന്നെ പ്രകൃതിയിലുള്ള ആ പ്രകാശമാണ് ഒരു ഗൃഹത്തിലേക്ക് വന്നു കയറുന്നത്. അങ്ങനെയുള്ള വീടുകളൊക്കെ വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള വീടുകളായിരിക്കും. അതുപോലെ പടികൾ, നമ്മൾ വരവ് ചെലവ് വരവ് ഇങ്ങനെയാണ് പടികളുടെ കണക്ക്. 2 പടികൾ വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ പടി അത് വരവിലേക്ക് ആക്കിയിരിക്കണം. അല്ലെങ്കിൽ ചിലവായി കഴിഞ്ഞാൽ എത്ര നല്ല വീടുകൾ നമ്മൾ ചമച്ചാലും പടിയുടെ കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലവുകൾ തന്നെയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വാസ്തുപൂജകൾ ചെയ്യുമ്പോൾ തലേ ദിവസം ഒരു വീട് വന്നു കഴിഞ്ഞാൽ തലേ ദിവസം ആ മാസ്റ്റർ ബെഡ്റൂമിൽ വെച്ച് വാസ്തുബലി നടത്തി ആ വാസ്തുബലി പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ അല്ലെങ്കിൽ രാത്രിയിലോ അത് മത്സ്യൂട്ട് നടത്തി അതിനുശേഷം പുലർന്ന് രാവിലെ തന്നെ ഗണപതി ഹോമം ചെയ്യണം. എവിടെയാണ് ഒരു ഗൃഹത്തിൻ്റെ ഗണപതി ഹോമം ചെയ്യുക? അടുക്കളയിലാണ്. അടുക്കളയിൽ വെച്ച് ഗണപതി ഹോമം നടത്തി ആ ഗണപതി ഹോമത്തിൻ്റെ ഹോമകുണ്ഡം കൂട്ടി അതിനകത്ത് ഇഷ്ടികൾ വെച്ച് അടുപ്പാക്കി അതിനകത്താണ് പാല് കാച്ചുന്നത്. ഈ പാല് കാച്ചി കഴിഞ്ഞാൽ പുതിയ കലമായിരിക്കണം. ആ പുതിയ കലത്തിൽ നമ്മൾ പാല് കാച്ചി കഴിഞ്ഞാൽ ആ പാലെടുത്ത് ശരിക്കും പനങ്കൽക്കണ്ടമോ അല്ലെങ്കിൽ ശർക്കരയാണ് സാധാരണ നമ്മൾ പാല് കാച്ചുമ്പോൾ ഇടേണ്ടത്. എല്ലാവരും പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നാൽ അസ്ഥി സംബന്ധമായ പല കാര്യങ്ങളും അതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ ആ വിഷയം ഉപേക്ഷിച്ചിട്ട് ശർക്കര ഉപയോഗിക്കുന്നതായിരിക്കും വാസ്തു കർമ്മത്തിന് ഏറ്റവും പാല് കാച്ചാൻ പറ്റുന്ന വസ്തു. പാല് കാച്ചി കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഉണക്കലരിയോ അല്ലെങ്കിൽ പച്ചരിയോട്ട് അരി വേവിക്കണം. പാൽക്കഞ്ഞി ഉണ്ടാക്കി ഇതും ജനങ്ങൾക്ക് വിതരണം ചെയ്യാം. അതിനുശേഷമാണ് സാധാരണ അടുപ്പിൽ നമ്മൾ അരിയൊക്കെ വെക്കുക എന്നുള്ളത്. അരി വെക്കുമ്പോൾ അത് ഗൃഹനാഥൻ്റെ അമ്മയുണ്ടെങ്കിൽ അമ്മ വിളക്ക് കത്തിച്ച് കൊടുത്ത് അടുപ്പിലേക്ക് തീ ഊതുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഗ്യാസ് ആയതുകൊണ്ട് പിന്നെ അതൊരു വിഷയം വരുന്നില്ല. എന്നാലും അമ്മമാരുണ്ടെങ്കിൽ അമ്മമാരത് കത്തിച്ചു കൊടുക്കുകയും മകൾ അത് അരി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾ കിട്ടും. പിന്നെ തിളച്ച് തൂവിപ്പോവുക എന്നുള്ളത് പലരുടെയും ഒരു കുഴപ്പം. കാരണം തിളച്ച് തൂവിപ്പോയി കഴിഞ്ഞാൽ അതിന് പല ഫലങ്ങൾ ചിലപ്പോൾ വരും. അപ്പോൾ നിറഞ്ഞു നിൽക്കണം. തിളച്ച് നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് ഐശ്വര്യപൂർണ്ണമായിട്ട് തന്നെ ആ വീടിൻ്റെ ആയി കാണും. അപ്പോൾ പരാതികൾ നമുക്ക് കേൾക്കപ്പെടാതെയും കൂടി വരാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വീട് പണിയുമ്പോൾ വളരെ ഉത്തമമായ സ്ഥലം തന്നെ നോക്കി നിങ്ങൾ എടുക്കണം. അത് നല്ലൊരു സ്ഥപതിയെ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ വസിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നന്ദി, നമസ്കാരം.